നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. ടുഡേയ്സ് ന്യൂസ് റൗണ്ടപ്പ്. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ഡയാലിസിസിന് മെഡിക്കൽ ബോർഡ് ശുപാർശ നൽകിയിട്ടും ശരീരം പ്രതികരിക്കുന്നില്ലെന്നും രക്തസമ്മർദ്ദം സാധാരണ നിലയിലല്ലെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. വടക്കൻ കേരളത്തിൽ കനത്ത മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത മണിക്കൂറുകളിൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റും മിതമായ മഴയും ഈ പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. സ്വർണ്ണവില കുതിച്ചുയർന്നു. ഇന്ന് സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. ഒരു പവൻ സ്വർണത്തിന് 72,840 രൂപയായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇന്നലത്തേക്കാൾ 320 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. ആലപ്പുഴ കൊലപാതകം, അമ്മയും അമ്മാവനും പ്രതികളാകും. ഓമനപ്പുഴയിൽ ഏഞ്ചൽ ജാസ്മിൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഇവരുടെ അമ്മയും അമ്മാവനെയും ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഏഞ്ചലിന്റെ പിതാവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മാലിയിൽ 3 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയി. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വാൽ മുസ്ലിമിൻ എന്ന തീവ്രവാദ സംഘടന മാലിയിൽ നിന്ന് 3 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട്. ഇവരെ മോചിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയം മാലി സർക്കാരുമായി ബന്ധപ്പെട്ടു വരുന്നു. തൃശൂരിൽ വാഹനാപകടം, 10 പേർക്ക് പരിക്ക്. തൃശൂരിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് ക്വാഡ് സഖ്യം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ക്വാഡ് സഖ്യം ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ ശക്തമായി അപലപിച്ചു. കുറ്റവാളികളെ എത്രയും വേഗം കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ക്വാഡ് ആവശ്യപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം, 1 മരണം. മരിച്ചത് തലോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു. ആലപ്പുഴയിൽ പേ വിഷബാധ സ്ഥിരീകരിച്ച വയോധികൻ മരിച്ചു. കേരളത്തിൽ കുടുങ്ങിയ F-35 നന്നാക്കാൻ കഴിയില്ലെന്ന് UK. ദലൈലാമയ്ക്ക് പുറമെ മറ്റാർക്കും തന്റെ പിൻഗാമിയെ തീരുമാനിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ. ഡാബർ ചവനപ്രാശിനെതിരായ പതഞ്ജലിയുടെ പരസ്യത്തിന് വിലക്ക്. ഇന്ത്യ അമേരിക്ക ഇടക്കാല വ്യാപാര കരാർ 48 മണിക്കൂറിനുള്ളിൽ സാധ്യമാകുമെന്ന് സൂചന. കൊൽക്കത്ത ബലാത്സംഗ കേസ് പ്രതിയുടെ അഭിഭാഷക ലൈസൻസ് റദ്ദാക്കി. ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. EP ജയരാജന്റെ ആത്മകഥ വിവാദത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘവുമായുള്ള സഹകരണം നിർത്തി ഇറാൻ. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.